നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. സുഭാഷിതം. സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം ആരംഭിക്കുന്നത് യാക്കയുടെ മകനായ അഗൂരിന്റെ വചനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. യാക്കയെക്കുറിച്ചോ അഗൂരിനെക്കുറിച്ചോ മറ്റൊരിടത്തും പരാമർശം കാണുന്നില്ല. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ ആളുകൾ ശലോമോന്റെ സദൃശവാക്യങ്ങൾ ശേഖരിച്ചതിനോടൊപ്പം ഒരുപക്ഷെ 30-ലും 31-ാം അധ്യായത്തിലും എഴുതിയിരിക്കുന്ന ജ്ഞാനവചനങ്ങളും കൂടെ ശേഖരിച്ചിരിക്കാം. എന്തു തന്നെയായാലും 1-ാം വാക്യത്തിൽ പറയുന്നു, ഒരു അരുളപ്പാട് ആ പുരുഷന്റെ വാക്യമാവിതേ എന്ന്. അഗൂരിന്റെ ജ്ഞാനം ജീവിതത്തെയും പ്രകൃതി ലോകത്തെയും കുറിച്ചുള്ള നിരീക്ഷണങ്ങളാൽ നിറഞ്ഞതാണെന്ന് ഈ അധ്യായം തെളിയിക്കുന്നു. ആരംഭത്തിൽ ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവത്തിൽ തന്നെ സമർപ്പിച്ച് താഴ്മയോടും വിനയത്തോടും കൂടിയുള്ള ഒരു പ്രാർത്ഥനയാകുന്നു. പിൽക്കാലത്ത് തന്റെ ജ്ഞാനവചനങ്ങൾ വായിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചില സന്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഇതിലുണ്ട്. 5-ാം വാക്യം വായിക്കുന്നത്, ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. ദൈവത്തിന്റെ വചനം എത്ര പവിത്രതയോടെ കൈകാര്യം ചെയ്യണമെന്നാണ് 6-ാം വാക്യം പറയുന്നത്. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും ഭൂമിയിൽ ജീവിക്കുന്ന ദൈവജനം പാലിക്കേണ്ടതിനു വേണ്ടി നൽകപ്പെട്ടതും ഒടുവിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ന്യായം വിധിക്കുന്നതുമാകുന്നു. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 22:18 പറഞ്ഞിരിക്കുന്നത്, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ദൈവവചനം എന്തിനാണ് മനുഷ്യർക്ക് നൽകിയിരിക്കുന്നതെന്ന് 2 തിമോത്തിയോസ് 3:16 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. മനുഷ്യനെ നിത്യജീവനിലേക്ക് എത്തിക്കുന്നത് ഈ വചനമാണ്. ഈ വചനത്തിൽ വിശ്വസിക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നത്. വചനം പാപബോധം ഉളവാക്കുന്നു, അത് വിശ്വാസം ഉളവാക്കുന്നു, രക്ഷാനിർണയം ഉണ്ടാകുന്നു, ആശ്വാസം ലഭിക്കുന്നു, ശുദ്ധീകരണം ഉണ്ടാകുന്നു. വചനം നമ്മെ ജീവിപ്പിക്കുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുമാണ് വരുന്നത്. അതുകൊണ്ടാണ് വചനം പ്രസംഗിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും യേശു ക്രിസ്തു ആകുന്നു എന്ന് ദൈവവചനം തെളിയിക്കുന്നു. ഈ വചനമാണ് നാം നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്നത്. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ആകയാൽ ഈ വചനത്തോടൊന്ന് കൂട്ടുകയും കുറയ്ക്കുകയും വേണ്ട. വിശ്വസിച്ചാൽ നിത്യജീവൻ പ്രാപിക്കും. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി നന്ദി പറയുന്നു. ആ വചനത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ കൈവശമാക്കുവാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.